ഈ അദ്ധ്യായത്തിൽ ദാവീദ് രാജാവ് തൻ്റെ സിംഹാസനം മകൻ ശലോമോന് കൈമാറിയത് ആയിട്ടുള്ള ആ ഭാഗമാണ്. രാജാക്കന്മാർ 1-ാം പുസ്തകം അദ്ധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദാവീദ് രാജാവ് പ്രായമേറി വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. ആകയാൽ അവൻ്റെ ഭൃത്യന്മാർ അവനോട്, യജമാനനായ രാജാവിനു വേണ്ടി കന്യകയായൊരു യുവതിയെ അന്വേഷിക്കട്ടെ, അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷിച്ച് നിൽക്കുകയും യജമാനനായ രാജാവിൻ്റെ കുളിർ മാറേണ്ടതിന് തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു. ശുനേംകാരിയായ അബീശഗിനെ കണ്ടു രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അതിസുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു വന്നു. എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. അനന്തരം ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയ നിഗളിച്ച്, ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞു. രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടിക്കാരെയും കൂട്ടി. അവൻ്റെ പിതാവാകട്ടെ അവനെ പിണക്കരുതെന്ന് കരുതി അവൻ്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവൻ ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിൻ്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത്. അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയായ്ക്ക് തുണ നിന്നു. എന്നാൽ പുരോഹിതൻ സാദോക്കും യഹോയാദയുടെ മകൻ ബെനായായും പ്രവാചകനായ നാഥാനും ശിമെയനും രേയിയും ദാവീദിൻ്റെ യുദ്ധവീരന്മാരും അദോനിയായുടെ കൂടെ ചേർന്നിരുന്നില്ല. അദോനിയ എൻരോഗേലിന് സമീപം സോഹേലെത്ത് എന്ന കല്ലിനരികെ വച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് രാജകുമാരന്മാരായ തൻ്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയും ക്ഷണിച്ചു. എങ്കിലും നാഥാൻ പ്രവാചകനെയും ബെനായായെയും വീരന്മാരെയും തൻ്റെ സഹോദരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. നാഥാൻ ശലോമോൻ്റെ അമ്മയായ ബത്ശേബയോട് പറഞ്ഞു, ഹഗ്ഗീത്തിന്റെ മകനായ അദോനിയ രാജാവായിരിക്കുന്നു എന്ന് കേട്ടില്ലയോ? നമ്മുടെ യജമാനനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല. ആകയാൽ വരിക, നിന്റെ ജീവനെയും നിന്റെ മകൻ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. നീ ദാവീദു രാജാവിൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനായ രാജാവേ, അങ്ങയുടെ മകനായ ശലോമോൻ എൻ്റെ പിൻഗാമിയായി വാണു. എൻ്റെ സിംഹാസനത്തിലിരിക്കും എന്ന് അങ്ങ് അടിയനോട് സത്യം ചെയ്തിട്ടില്ലയോ? പിന്നെ അദോനിയ വാഴുന്നത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. നീ അവിടെ രാജാവിന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്കിന് പിൻബലം തന്നുകൊള്ളാം. അങ്ങനെ ബത്ശേബ പള്ളിയറയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു.
രാജാവ് വയോധികനായിരുന്നു. ശൂനേംകാരിയായ അബീഷഗ് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ബത്ശേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു. നിനക്ക് എന്ത് വേണം എന്ന് രാജാവ് ചോദിച്ചു. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ യജമാനനെ അങ്ങയുടെ മകൻ ശലോമോൻ എൻ്റെ പിൻഗാമിയായി വാണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് അങ്ങയുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇതാ അദോനിയ രാജാവായിരിക്കുന്നു. എൻ്റെ യജമാനനായ രാജാവ് അറിയുന്നുമില്ല. അവൻ അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്ത് രാജകുമാരന്മാരെയും പുരോഹിതനായ അബ്യാഥാരിനെയും സേനാധിപനായ യോവാബിനെയും ക്ഷണിച്ചു. എങ്കിലും അങ്ങയുടെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല. യജമാനനായ രാജാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അങ്ങ് അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിൻ്റെയും കണ്ണ് അങ്ങയിൽ പതിഞ്ഞിരിക്കുകയാണ്. യജമാനനായ രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എൻ്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വരുന്നു. നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനോട് അറിയിച്ചു. അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നാഥാൻ പറഞ്ഞതെന്തെന്നാൽ, യജമാനനായ രാജാവേ, അദോനിയ എൻ്റെ പിൻഗാമിയായി വാണു എൻ്റെ സിംഹാസനത്തിലിരിക്കും എന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്ത് രാജകുമാരന്മാരെ എല്ലാവരെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാഥാരിനെയും ക്ഷണിച്ചു. അവർ അവൻ്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്തു. അദോനിയ രാജാവേ ജയ ജയ എന്ന് പറയുന്നു. എന്നാൽ അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദയുടെ മകനായ ബെനായായെയും അങ്ങയുടെ ദാസനായ ശലോമോനെയും ക്ഷണിച്ചില്ല. യജമാനനായ രാജാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിലിരിക്കേണ്ടത് ആരെന്ന് അടിയങ്ങളെ അവിടുന്ന് അറിയിക്കാതെ ഇരിക്കെ ഈ കാര്യം യജമാനനായ രാജാവിൻ്റെ കൽപ്പനയാലോ നടന്നത്. ബത്ശേബയെ വിളിപ്പിൻ എന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിൻ്റെ മുമ്പാകെ നിന്നു. അപ്പോൾ രാജാവ്, എൻ്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന കർത്താവാണ്. നിന്റെ മകനായ ശലോമോൻ എൻ്റെ പിൻഗാമിയായി വാണ് എനിക്ക് പകരം എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ ബത്ശേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു. എൻ്റെ യജമാനനായ ദാവീദ് രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബെനായായെയും വിളിപ്പിൻ എന്ന് കൽപ്പിച്ചു. അവർ രാജസന്നിധിയിൽ ചെന്നു നിന്നു. രാജാവ് അവരോട് കൽപ്പിച്ചു, നിങ്ങളുടെ യജമാനൻ്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകനായ ശലോമോനെ എൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ശിലോഹായിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ച് സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും
അവനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ കാഹളം ഊതി ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ച് പറയുവിൻ. അതിൻ്റെ ശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ വരുവിൻ. അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം ഭരിക്കണം. ഇസ്രായേലിനും യഹൂദയ്ക്കും അധിപനായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യഹോയാദയുടെ മകൻ ബെനായ രാജാവിനോട്, ആമേൻ, യജമാനനായ രാജാവിൻ്റെ ദൈവമായ കർത്താവ് അങ്ങയെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ. കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെ ഇരുന്നതുപോലെ ശലോമോനോടും കൂടിയിരിക്കുകയും യജമാനനായ ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തെക്കാളും അവൻ്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബെനായായും ചെന്ന് ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ശിലോഹയിലേക്ക് കൊണ്ടുപോയി. സാദോക്ക് പുരോഹിതനും നാഥാനും വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടു ചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമെല്ലാം ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമെല്ലാം അവൻ്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. അദോനിയായും കൂടെയുണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു. കാഹളനാദം കേട്ടപ്പോൾ യോവാബ്, പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്തെന്ന് ചോദിച്ചു. അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാഥാമിൻ്റെ മകൻ നാഥാൻ വരുന്നു. അദോനിയ അവനോട്, അകത്ത് വരിക, നീ യോഗ്യപുരുഷൻ, നീ നല്ല വാർത്ത കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. നാഥാൻ അദോനിയായോട് ഉത്തരം പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു. രാജാവ് സാദോക്ക് പുരോഹിതനെയും നാഥാനും പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബെനായയെയും വില്ലാളികളെയും അവരോടുകൂടെ അയച്ചു. അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി. സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ശിലോഹായിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു. അവർ പട്ടണം ഇളകത്തക്കവണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇതാകുന്നു നിങ്ങൾ കേട്ട ആരവം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിലിരിക്കുന്നു. രാജഭൃത്യന്മാരും നമ്മുടെ യജമാനനായ ദാവീദ് രാജാവിൻ്റെ അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു. അങ്ങയുടെ ദൈവം ശലോമോന്റെ അങ്ങയുടെ നാമത്തേക്കാൾ മഹത്വം അവൻ്റെ സിംഹാസനത്തെ അങ്ങയുടെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവും ആക്കട്ടെ എന്ന് പറഞ്ഞു. രാജാവ് തൻ്റെ കട്ടിലിന്മേലിരുന്ന് നമസ്കരിച്ചു. ഇന്ന് എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ സന്തതി ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അദോനിയായുടെ വിരുന്നുകാർ എല്ലാം ഭയപ്പെട്ടു എഴുന്നേറ്റ് ഓരോരുവൻ താന്താൻ്റെ വഴിക്ക് പോയി. അദോനിയായും ശലോമോനെ പേടിച്ചു
ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. അദോനിയാ ശലോമോൻ രാജാവിനെ ഭയപ്പെടുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾകൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണമെന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് ആളയച്ചു. അവർ അവനെ യാഗപീഠത്തിങ്കൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട്, നിന്റെ വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.